ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആശ്രമത്തിൽ വന്നേക്കാണ്. ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. രജിഷേട്ടൻ എന്തോ പരിപാടിയായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ആശ്രമത്തിലൊന്ന് തൊഴാൻ വേണ്ടി പോവാം കേട്ടോ. ഫുൾ സെറ്റ് ഉണ്ട്. രജിഷേട്ടൻ മാത്രമേ ഉള്ളില്ല. അപ്പോൾ ഞങ്ങൾ ആശ്രമത്തിലെത്തി. നമ്മൾ തൊഴുതിട്ട് വരട്ടെ കേട്ടോ. ഇവിടെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയിട്ടോ. നല്ല നമ്മൾ ആലുവ പുഴയുടെ തീരത്ത് നമ്മുടെ ആശ്രമത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല രസമല്ലേ, നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇരിക്കാനും. ഒരു എന്തിനാ പോലെ അങ്ങനെ അങ്ങോട്ട് പോണേ? ഇതെന്തിനാ അങ്ങനെ വെച്ചേക്കണേ? എന്തിനാടാ അതേ കൂടി വീൽ ചെയറിൽ പോനാ? സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും പണിയായതുകൊണ്ടല്ലേ. വേണ്ട വേണ്ട, ഇങ്ങോട്ട് പോരൂ. എന്തിനാ അങ്ങനെ കറങ്ങണേ? വരെ തെന്നിപ്പോയാലോ? ശരിയാണല്ലേ, നല്ല ഇല്ലിക്കാടാണത്. നല്ല ഭംഗിയല്ലേ ഇവിടെ. ഒരു സാധനം മൂശാട്ട, ഒരു കടന്നില് കുത്തിയ ഒരു സാധനം. നമുക്കൊരു കൊച്ചുണ്ട്, കൊച്ചിനെ അവിടെ കൊച്ചിനെടുക്കുമ്പോ കൊച്ചേ ബാ കൊച്ചേ, ഞങ്ങള് പോവാ. എന്റെ ദൈവമേ, ഇരിപ്പുണ്ടല്ലോ ഇവിടെ. ദേവൻ നല്ല ഭംഗിയല്ലേ. അപ്പൊ ഇവിടെ ആയിരുന്നു നേരത്തെ അമ്പലം? ഈ സ്ഥലത്ത് തന്നെ ആയിരുന്നു അല്ലേ? നിങ്ങളെ ചുള്ളം പയ്യനാട്ടെ, ചുള്ളം പയ്യൻ. മതി. ഇപ്പൊ ആരും പറഞ്ഞിട്ടില്ല അവനോന്റെ ഫോൺ നിങ്ങളുടെ ഫോണാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടാ കാരണം മോനെ? എന്നിട്ട് ഇപ്പൊ പറയണേ എന്റെ ഫോൺ അച്ഛൻ പറയണ പടി പരീക്ഷ ക്ലാസ്സായി നല്ല മാർക്കൊക്കെ കിട്ടി കഴിയുമ്പോ വാങ്ങിച്ചു തരാന്നാണ്. ടോയ്ലറ്റ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തൊക്കെ പോയിട്ട് ഞങ്ങള് വീട്ടിലോട്ട് പോവാട്ടോ. അപ്പൊ കുഞ്ഞപ്പന് ഞങ്ങൾ മാക്സി കയറി ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നും അല്ല, പക്ഷെ നല്ല എന്തായാലും പർച്ചേസിംഗിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള പർച്ചേസിംഗ് ആയിരുന്നു അല്ലേ. അപ്പൊ കുട്ടികളുടെ ബനിയനുകളൊക്കെ മോശമായി. അപ്പൊ ഞങ്ങൾ ഒരു വലിയ ഓണം നമുക്കില്ലേ പ്രാവശ്യം. അപ്പൊ ഓണ പർച്ചേസിംഗ് ഒന്നുമല്ല, അത്യാവശ്യം നമുക്കൊന്ന് പിള്ളേർക്കൊക്കെ പുറത്തിടാനുള്ള ബനിയനുകളൊക്കെ മോശമായി നരച്ചുപോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ ഒരു പർച്ചേസിംഗ് ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ പർച്ചേസിംഗ് ഒന്നും രജിഷേട്ടൻ ഇല്ലാത്തതുകൊണ്ട് രജിഷേട്ടൻ ഇല്ലാട്ടോ ഈ പർച്ചേസിംഗില്. ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോ ഫുഡും കഴിച്ചിട്ടില്ല. ഫുഡ് ഞാൻ ഒരു ചിക്കൻ്റെ പരിപാടിയൊക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് തന്നെ പോവാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു പർച്ചേസിങ്ങും. ഫുഡ് നല്ല നോണൊക്കെ ഞാൻ വെച്ച് കൊടുക്കാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ പിന്നെ നമ്മള് ഒരുപാട് ചെലവ് കൂടെ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആശ്രമത്തിലൊക്കെ പോയി അപ്പൊ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ നമ്മുടെ വിശേഷങ്ങളായിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ അടുത്ത വിശേഷം വീട്ടിലൊക്കെ ചെന്നിട്ടൊക്കെ കാണാം. ഓക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞപ്പനൊന്നും കാണിച്ചില്ലല്ലോ. കുഞ്ഞപ്പൻ്റെ ഒരു പാട്ടോട് കൂടി നമുക്ക് നല്ല യാത്രയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞപ്പ ഒരു പാട്ടങ്ങ് പാടും, തകർപ്പം പാട്ടങ്ങ് പാടി. പാട്ട് പാടോ, പാട്ട് പാടോ.
നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് നിന്റെ ഒരു മുഴുവൻ പാട്ടൊന്ന് പാടി കേൾക്കണം എന്നൊക്കെ ഒരു മെസ്സേജ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. താൻ കണ്ടായിരുന്നോ? നല്ലൊരു പാട്ട് ഫുള്ളൊന്ന് പാടി. കരിനീലക്കായലുകൊണ്ട് കരമുണ്ടും ചുറ്റേട്ടും കാർമേഘച്ചെപ്പില് തൊട്ട് മഷി കണ്ണിലെഴുതേട്ടും നീരാളി കാറ്റിൽ കൊണ്ടും നിന്നേടം പെണ്ണാണ് കനവാലെ കോട്ടയും കെട്ടിട്ട് അവളങ്ങനെ നിപ്പാണ് പറയാവാ പെണ്ണിന് കാര്യം അതിലെല്ലാടെത്തും പ്രായം നേരാണേ നമ്മുടെ കൊച്ചി ഇവ നമ്മുടെ മുത്താണ് പറയാനുണ്ട് നമ്മുടെ കൊച്ചി കല ചൊല്ലാൻ പലതാണ്. ഓക്കെ താങ്ക് യു താങ്ക് യു. യദ 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 യദ. അവൻ്റെ അമ്മ നോക്കണ് ഓനെടാന്ന് വിളിച്ചപ്പോ. എൻ്റെ അമ്മ മമ്മി മമ്മി എന്താണ് ഇന്നത്തെ വിഷയം? ലൈറ്റ് ഇടൂ, വെട്ടില്ല. മടിച്ചിപ്പാറു അയ്യോ സോറി മടിച്ചിശങ്കരി പൂങ്കണ്ണീരെപ്പര പോണമ്മേ. ഭദ്രയ്ക്ക് വേണോ? എന്താ അമ്മ അമ്മ തൊഴുത്തിരിപ്പ് വന്നേക്കണ കറക്കാൻ പോണോ? പിന്നെ കാലൊക്കെ കെട്ടിയിട്ട് അയക്കണേ ഗൈസ്. ഈ പുല്ല് ഞങ്ങള് പറിച്ചതല്ല. ആര് പറിച്ച പറഞ്ഞു കൊടുക്ക്. ദൂരം നശിപ്പിച്ചു നീ പുല്ല. യഥാ 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 യഥാ. ഇവന്റെ ചേച്ചിയായ എന്നെ അമ്മ വാവ പണ്ടേ തൊട്ടുണ്ടല്ലോ ഒരു സെൽഫ് മോട്ടിവേറ്റർ ആണ്. അവിടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഭയങ്കര തമാശക്കാരിയാണ് എന്നിട്ട് പറഞ്ഞ് ദേവ തന്നെ ചിരിക്കും. ദേവ തന്നെയാണ് ദേവേനെ വളർത്തിക്കൊണ്ടുവന്നത് അല്ലേ? പഠിക്കാത്തോണ്ടല്ല അല്ലേ? പൂങ്കണ്ണീർന്ന് വിളിച്ചപ്പോ എഴുന്നേറ്റ് എന്തുപറ്റി സങ്കടപ്പെട്ടിരിക്കണേ? നല്ല കുത്തി. ഓ പുല്ല് കൊടുക്കാൻ വന്നാ മേഡം ഓരോന്ന് കൊടുക്കുള്ളൂ. ഒരെണ്ണോ? എന്റെ പാറു അവള് നിന്നെ മുഖത്തോട്ട് തുപ്പും ചിലപ്പോ.
അത് നന്നായി. നമുക്ക് ഇടക്ക് മൂഡ് ഫ്ലക്ച്വേഷനാണ്. ഞാൻ പോവാ. സൺഡേയുടെ ഒരു ക്ഷീണം. എല്ലാ ദിവസവും പോണ പോലെ പറഞ്ഞ കേട്ടാ. അന്ത്യകാലത്തിനന്തികെ വന്നിട്ടന്തകേണം കല്യേണമേനി കരിമുകിൽ വർണ്ണ കഥയില്ലാത്തോരാണെങ്കിലും കനിയാതീരും നാൾ കുഴയും ലോ